സാർ കുറച്ചു മുമ്പ് ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസിലൊക്കെ ഓരോ ജനറേഷൻ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവുന്നില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ അത് പറഞ്ഞപ്പോഴാണ് സാർ ഇത് പറഞ്ഞത്. പിണറായി വിജയനിലേക്ക് തന്നെയാണ് ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് പിണറായി എന്ന് പറയുമ്പോൾ പലരും പലതരത്തിലുള്ള ന്യായവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം നമ്മുടെ രാജ്യത്ത് ഏതൊരു പാർട്ടിയാണെങ്കിലും ആ പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴിരിക്കുന്നവർക്ക് താഴെ അടുത്തൊരു ജനറേഷൻ ഉണ്ടായി തന്നെ ആവണമല്ലോ. അല്ലെങ്കിൽ ഈ പാർട്ടി ശിഥിലമായി പോകും. ആ ശിഥിലമായി പോകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ആണിയടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്പോ പിണറായിക്ക് ശേഷം പ്രളയം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അത് തന്നെയാണോ പിണറായി ഉദ്ദേശിച്ചത്? പിണറായി വിജയൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, അത് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊരു സാധ്യതയുണ്ട്. അതിന് കാരണം ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുക്കുക. കോൺഗ്രസ് ഒരു അഴഞ്ഞ പാർട്ടിയാണ്, പ്ലാറ്റ്ഫോമാണ്, ജനാധിപത്യം കൂടുതലുള്ള പാർട്ടിയാണ്, തമ്മിലടിയുണ്ട്, ഇതൊക്കെ ശരി. പക്ഷെ കോൺഗ്രസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി, ഒരു 3 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിലൊരു ജനറേഷണൽ ചേഞ്ച് വരും. ഇപ്പം ഒരു 3 പേരും ഇല്ല, ഈ തെരഞ്ഞെടുപ്പിലില്ല. ഒരു ജനറേഷണൽ ചേഞ്ച് വരും. അടുത്ത ലെയർ നേതാക്കന്മാർ വന്നു. സതീശൻ, AC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അങ്ങനെ ഒരു ലെയർ നേതാക്കന്മാർ വന്നു. മൂന്നാമത് അതിൻ്റെ താഴെ വേറൊരു ലെയർ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി, വിഷ്ണുനാഥ്, അങ്ങനെയുള്ള ബൽറാം, അങ്ങനെയുള്ള വേറൊരു ലെയർ, മൂന്നാമത്തെ ലെയർ രൂപപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് രൂപപ്പെട്ടു എന്നും അങ്ങനെ ഒരു ലെയർ എന്തുകൊണ്ട് CPM-ൽ ഇല്ല എന്നും പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു 50-60 വർഷമായി, എൻ്റെ ഒരു കണക്കനുസരിച്ച് 50 വർഷത്തിൽ കൂടുതലായി കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ജയിക്കുന്നത് SFI ആണ്. വല്ലപ്പോഴും ഒറ്റപ്പെട്ട് ഈ അവസാനം കുറച്ച് ഘട്ടത്തിലുള്ളൂ. SFI ആണ്. SFIക്ക് നല്ല നേതാക്കന്മാർ, ഞാനും SFIയിലൂടെ വന്ന ഒരാളാണ്. SFIക്ക് നല്ല പഠിച്ച നേതാക്കന്മാരുണ്ട്, ഉണ്ടാവണം. പക്ഷേ ഈ നേതാക്കന്മാരൊന്നും CPM-ൽ കാണാനില്ല. CPM-ലേക്ക് വരുന്ന നേതാക്കന്മാരൊക്കെ ഏതാണ്ട് ഒരു അര പിണറായി ആയി വരുന്നവരാണ്. അപ്പൊ നോക്കിക്കോളൂ, SFI നേതാക്കന്മാരായി, DYFI നേതാക്കന്മാരായി വന്ന എത്ര ആളുകൾ. നമ്മളിപ്പോ ചാനൽ ചർച്ച വളരെ ഗംഭീരാണെന്ന് അറിയില്ല, ചാനൽ ചർച്ചയിൽ വരുന്ന നേതാക്കന്മാരെ എടുക്കുക. 90% ആളുകളെ വെറുപ്പിക്കുന്ന ഭാഷ പറയുന്നവരാണ്. ചതുരവടിവൊത്ത അച്ചടി ഭാഷ. ഞാനൊരിക്കൽ എന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരാളല്ലേ, ഞാൻ എൻ്റെ സുഹൃത്ത് ജയിക്കിനോട്, ഞങ്ങൾ വലിയ സംവാദം നടത്തുമ്പോൾ ഞാൻ ജയിക്കിനോട് പറഞ്ഞു, ജയിക്ക ഈ ഭാഷയൊന്ന് വിട്. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ആര് വരാനുണ്ട്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചാൽ ആർക്കതിന് താല്പര്യമുള്ളത്? നിങ്ങൾ ഈ പറയുന്ന സാധനം ആരോടാ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, വെറുപ്പിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും കഷ്ടം, വെറുപ്പിക്കുകയും ചെയ്യും. അപ്പോ എത്ര നേതാക്കന്മാർ സത്യസന്ധമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ യുക്തിസഹമായി പറയുന്നുണ്ട്. എൻ്റെ യുക്തിയല്ല നിങ്ങളുടെ യുക്തി അല്ലേ? നിങ്ങളുടെ യുക്തിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കണം. എൻ്റെ യുക്തി വെച്ച് ഞാൻ സംസാരിക്കുക മാത്രമല്ല, 90% ഈ CPM നേതാക്കന്മാർ, 90 അല്ല 99 നേതാക്കന്മാരും സംസാരിക്കുന്നത്, ചാനലിലൊക്കെ സംസാരിക്കുന്നത് അവരുടെ അണികളോടാണ്. പൊതുയോഗം നടത്തുന്ന മാതിരി സംസാരിക്കണം. ഒരു ചാനലിൽ നിങ്ങൾ വന്ന് പൊതുയോഗത്തിനല്ല സംസാരിക്കണേ, അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പിന്തുണയ്ക്കുന്നവരെല്ലാം മുമ്പിലിരിക്കണേ വ്യത്യസ്തമായ ആളുകളാണ്. വളരെ അസോർട്ടഡ് നമുക്ക് പറയാം അല്ലേ? പാർട്ടിയെ പിന്തുണക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും, ചില വിഷയങ്ങളിൽ യോജിക്കുന്നവരുണ്ടാവും, വിവിധ പാർട്ടികളിൽ പെടാത്ത, ഒരു പാർട്ടിയും പെടാത്തവരുണ്ടാവും. ആളുകളോട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്താ? അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജേക്കബ് പക്ഷേ ജേക്ക് വളരെ തമാശയിൽ അതെടുത്തു. ജേക്ക് പറഞ്ഞു, അങ്ങേ പോലെ ഉയർന്നൊരു സീനിയറായിട്ട് ഒരാൾ പറയുമ്പോൾ ഞാനത് ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഉൾക്കൊള്ളുന്നൊക്കെ വേറെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, നേരെ വെച്ച് കോൺഗ്രസിൽ നോക്കൂ. കഴിഞ്ഞ കുറച്ച് കൊല്ലമായി KSUക്ക് ഇല്ലെങ്കിലും കോൺഗ്രസിൽ നിന്ന്, അതൊരു പക്ഷേ ഒരു പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കൂടിയാവാം, ഒരുപാട് നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. അവരുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്ന വളരെ കുറച്ച് നേതാക്കന്മാർ CPM-ൽ നിന്ന് വന്നിട്ടുണ്ട്. CPI ആരും വരില്ല, പിന്നെ അവിടെ അത് മുരടിച്ചു പോയ സംഗതിയാണ്. എന്തുകൊണ്ടാണ് അത് വരാത്തത് എന്ന് പാർട്ടി ചർച്ച ചെയ്യേണ്ടത്. അതിനൊന്നാമത്തെ കാരണം ജനാധിപത്യപരമായി അവർക്ക് ആരെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, ഈ പുതിയ ജനറേഷന് പുതിയ ഭാഷയുണ്ട്. ഞാൻ സതീശനിൽ കണ്ട ഏറ്റവും വലിയ ഗുണം, സതീശൻ യൂത്തുമായി സംവദിക്കുന്നു എന്നുള്ളതാണ്. യൂത്തിനോട് ഇപ്പൊ പിണറായി വിജയനും സതീശനും ഒരു കോളേജിൽ പോയി സംസാരിച്ചാൽ 5 മിനിറ്റ് 15 മിനിറ്റ്, ഞാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമുള്ള പ്രതിപക്ഷ നേതാവ്, 15 മിനിറ്റ് കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരും.
ആ കുട്ടികൾ ഒരങ്ങൾ പോലും പിണറായി വിജയൻ വോട്ട് ചെയ്യില്ല. കാരണം ഇങ്ങനെ പഴയ കാര്യം പറഞ്ഞു, ഞങ്ങൾ വികസനം കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. അതല്ല ഒരു യൂത്ത് ആഗ്രഹിക്കുന്ന എന്താ? ഞാൻ സതീശന്റെ ഒരുപാട് യൂത്ത് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരക്ഷരം രാഷ്ട്രീയം പറയാം വെച്ചാൽ കക്ഷി രാഷ്ട്രീയം പറയാതെ വളരെ കൃത്യമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായി, നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ഇലക്ഷനൊക്കെ മുമ്പാണ്. നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? എവിടെയാണ് പൈസ ഉള്ളത്? എങ്ങനെയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പോണേ? എങ്ങനെയാണ് നിങ്ങളെ സോഷ്യൽ വെൽഫെയർ ചെയ്യാൻ പോണേ? യൂത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? ഏജ്ഡ് ആളുകൾക്ക്, കാരണം യൂത്തിന്റെ വേറൊരു കൺസേൺ ആണ് ഏജ്ഡ് ആളുകൾ. കാരണം അവരുടെ അച്ഛനും അമ്മയും അതുപോലെയുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഏജ്ഡ് ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതും യൂത്തിന്റെ ഒരു കൺസേൺ ആണ്. നമ്മൾ അങ്ങനെ അതിനെ കാണണ്ടേ. അതുപോലെ ഏത് ഭാഷ സംസാരിക്കും, ഒരു പുതിയ പുസ്തകത്തെ പറ്റി, പുതിയ സിനിമയെ പറ്റി, അല്ലെങ്കിൽ പുതിയ ഒരു ക്രിക്കറ്റിനെ പറ്റി ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കരഞ്ഞുകൊണ്ടൊരു തെറ്റുമില്ല ഇന്നത്തെ നിലയ്ക്ക്. സതീശൻ കരഞ്ഞതിന് ആളുകൾ കുറച്ച് വെറുതെ ഇത് കരയല്ല, ഇമോഷണൽ ആവും മനുഷ്യൻ. സതീശന്റെ മകള് പറഞ്ഞില്ലേ, ഏതോ സിനിമ കണ്ടപ്പോൾ ആകാശദൂത് കണ്ട പച്ചൻ കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ടുണ്ട് സിനിമയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇമോഷണലാണ്, എനിക്ക് യാതൊരു തർക്കമില്ല. ഞാൻ വിചാരിക്കുന്ന മനുഷ്യൻ ഇമോഷണൽ ആയ ജീവിയാണ് എന്ന് തന്നെയാണ്. ഞാൻ ഒരു ഇമോഷനും ഇല്ലാതെ ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഒരാളെ കുത്തിക്കൊല്ലണുണ്ടാലും ഞാനിങ്ങനെ ഇരിക്കുന്നു പറഞ്ഞത് അത് ഒരു ജനറേഷന് പറ്റിയ സാധനമല്ല. ഒരുപക്ഷെ ഇമോഷൻ വളരെ ഷോർട്ട് ടൈം ആയിരിക്കും, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മുടെ ഇമോഷൻ ഷോർട്ട് ടൈം ആയിരിക്കും. ഒരു സിനിമ കാണുമ്പോൾ, ഒരു ക്രിക്കറ്റ് കളി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കാണുമ്പോൾ നമ്മുടെ ഇമോഷൻ ഉണ്ടാവും. ഷോർട്ടായിരിക്കും, പക്ഷെ ഇമോഷൻ ഉണ്ട്. അത് സത്യസന്ധമാണ്. അത് ഈ CPM-കാരെ പഠിപ്പിച്ചിട്ടില്ല, യൂത്തിനെ പഠിപ്പിച്ചിട്ടില്ല. അരോഗൻസ് ആണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ ശരി, നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. ഞാൻ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ യുക്തി മാത്രമേ ശരിയുള്ളൂ. നമ്മളൊരു കാര്യം വരുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ യുക്തി, എനിക്കൊരു യുക്തിയുണ്ട്. പക്ഷെ എൻ്റെ യുക്തി അല്ലാതെ ലോകത്തിൽ ഒരു യുക്തി നിൽക്കില്ല. അതിനെതിരെ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ചീത്ത പറയും. നിങ്ങൾ പിണറായി വിരുദ്ധനാന്ന് പറയും, നിങ്ങൾ വർഗീയവാദിയാന്ന് പറയും, നിങ്ങൾ കിങ്ങിയാന്നൊക്കെ പറയും. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള ഇപ്പോഴത്തെ നേതാക്കൾക്കെല്ലാം ഒരു ഗ്രേഡ് കുറവല്ലേ? അതാ പറ്റിയേ. ഇപ്പൊ പിണറായി വിജയൻ അല്ലാതെ വേറെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നേതാക്കൾ എവിടെയുണ്ട്? അതിന് 2-3 പ്രശ്നങ്ങൾ പറ്റി. ഒന്ന്, വെട്ടി താഴെ വരുന്ന ഏതെങ്കിലും നിലയ്ക്ക് പൊന്തി വരാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ വെട്ടിയില്ലേ ജനാധിപത്യപരമായി. ഇപ്പൊ കരയുന്ന ഈ നേതാക്കന്മാരൊക്കെ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. രണ്ടാമത്തെ നിരയുള്ള ആരാളെ ബാക്കി? ശൈലജ ടീച്ചറില്ല, തോമസ് ഐസക് ഇല്ല. ആ പിണറായി വിജയന് നെക്സ്റ്റ് ലെവലിൽ വരാവുന്ന ബാലനില്ല. അവർക്കൊക്കെ കുഴപ്പമുണ്ടാവും. എങ്കിൽ പോലും BP ജയരാജനില്ല, ശ്രീമതി ടീച്ചറില്ല. അവരൊക്കെ പോയില്ലേ? അവർക്കൊക്കെ പ്രായവും ടേമും വെച്ച് വ്യവസ്ഥ കൊടുത്തു. എന്നാൽ പിണറായി വിജയൻ ആ വ്യവസ്ഥയില്ല. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. പിണറായി കേരളത്തിലെ ഏത് വിഭാഗത്തോടെ സംസാരിക്കണേ? ഈ ആക്സിസിൻ്റെ ഒക്കെ സർവേ വന്നപ്പോൾ കണ്ട ഒരു വളരെ രസമുള്ള ഒരു കാര്യമുണ്ട്. ഞാനത് പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. കാരണം യൂത്തിൽ ഏതാണ്ട് 70% സപ്പോർട്ട് ചെയ്യുന്നത് UDF-നെയാണ്. 70% യൂത്ത് സപ്പോർട്ട് ചെയ്യുന്നത് UDF-നെ, അണ്ടർ 21, 21 വയസ്സിന് താഴെയുള്ള. കാരണം എന്തിനാ അവർ LDF-നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം? പിന്നെ യൂത്തിനോട് നിങ്ങൾ അവിടെ പാലം പണിതു, ഇവിടെ റോഡ് പണിതു, ഞാൻ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അവരുടെ ഫ്യൂച്ചർ എന്താ? ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പുതിയ വാതായനങ്ങൾ തുറക്കണം. നിങ്ങളുടെ മനസ്സിങ്ങനെ കട്ട പിടിച്ചിരുന്നാൽ പോരാ, പുതിയ രീതിയിൽ വരണം. അതേതെങ്കിലും മുതലാളിയെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിടം പണിയിച്ച് ഞാൻ ഉണ്ടാക്കുന്നതല്ല. ഇന്നിപ്പോ ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ ആരുണ്ട് CPM-ൽ? ഒരാളുമില്ല. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അത് പറഞ്ഞാൽ അവർ പറയും അത് വികസന വിരുദ്ധതയാന്ന് പറയും. ക്ലൈമറ്റ് ചേഞ്ച് വികസന വിരുദ്ധതയില്ല. വികസനത്തിന്റെ പ്രധാന പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ചാണ്. ഇല്ല, സതീശൻ ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നുണ്ട്. ഞാനില്ലാതായേക്കാം, പിണറായി വിജയൻ ഇല്ലാതായേക്കാം, പക്ഷെ കേരളം ഉണ്ടാവണം. അതിന് കേരളത്തിന് ക്ലൈമറ്റ് വളരെ പ്രധാനമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ 2-3 പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഞാൻ സതീശൻ എന്ന വ്യക്തി ഭയങ്കരനാണെന്നോ അല്ലെങ്കിൽ അയാൾ എല്ലാം തികഞ്ഞ ആളാണെന്നൊന്നുമല്ല. പക്ഷേ പുതിയ ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സതീശനും വേണുഗോപാലും ചെന്നിത്തലയും കൂടി വന്നപ്പോൾ സതീശൻ എന്താ മേൽക്കൈ കിട്ടിയേ? ഈ ലാംഗ്വേജാണ്. ഇനിയിപ്പോൾ നാളെ ചെന്നിത്തല ഈ ഭാഷ സംസാരിക്കും, വേണുഗോപാൽ സംസാരിക്കും, നാളെ വരുമ്പോൾ ഷാഫി സംസാരിക്കും, അടുത്ത ജനറേഷനിൽ അല്ലെങ്കിൽ വിഷ്ണുനാഥ് സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കാൻ, തുറന്നു പറയാൻ പറ്റുന്ന ആരുമില്ല. സെമിനാർ പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി സെമിനാർ സംസാരിക്കേണ്ടതാ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇതുണ്ടാവും. വരുന്നൊരു കാലത്തെക്കുറിച്ച് ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ വിഷൻ അതുണ്ടാവാൻ കഴിയാത്തത്, CPM-ന് കഴിയാത്തത്
CPM-ന്റെ അടഞ്ഞ ശൈലിയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അല്ലാതെ ആര്, ഞാനല്ലാതെ മറ്റാര് പ്രതിപക്ഷ നേതാവാൻ എന്ന രൂപത്തിൽ വന്നത്. ഞാനല്ലാതെ മറ്റാര് മുഖ്യമന്ത്രിയാവാന്ന് പറഞ്ഞു. ഇത് ഞാൻ ഒരു ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം വളരെ രസകരമായിട്ട് കേട്ടു. ആ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാനല്ല പിണറായിക്ക് എക്സെപ്ഷൻ കൊടുത്തത്, മുഖ്യമന്ത്രി ആവാനാണ്. പ്രതിപക്ഷ നേതാവായ എന്തിനാ എക്സെപ്ഷൻ കൊടുക്കണേ? വേറെ ആരെങ്കിലും എടുത്താൽ മതി, ആരെങ്കിലും ഡെവലപ്പ് ചെയ്താൽ മതി. അത് ഡെവലപ്പ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സംഘടനാ ശൈലി വലിയൊരു പ്രശ്നമാണ്. ആ ഡെവലപ്പ് ചെയ്യാതെ കട്ട് ചെയ്ത് കളയുക, എതിര് ചോദിക്കുന്നവരെ നിർത്തുക. സംവാദാത്മകമാണ് ഇന്നത്തെ യൂത്ത്. ആളുകൾ പറയും യൂത്തിന് രാഷ്ട്രീയമില്ല, യൂത്തിന് പ്രശ്നമുണ്ടെന്ന് പറയും. യൂത്തിന് രാഷ്ട്രീയമുണ്ട്, പക്ഷെ നമ്മൾ പറയുന്ന എല്ലാവരും രാഷ്ട്രീയം. നമുക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാണ്. ഞാൻ പറയാറുണ്ട് ഓണം ഒരു അവസാനിപ്പിക്കുക. ഓണത്തിനെ കുറിച്ചുള്ള പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ മറ്റേ പൂക്കാലത്തെക്കുറിച്ചും പൂവിടുന്നതിനെ കുറിച്ചും വട്ടിയിൽ പൂ കൊണ്ടുവരുന്നതെന്ന്, എവിടെയാ വട്ടിയിൽ പൂ കൊണ്ടുവരാൻ പൂവ്? നിങ്ങൾക്ക് തോവാള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പൂ കൊണ്ട് പൂക്കളുടെ ഇല്ലാതെ പൂക്കളില്ലാത്ത സ്ഥലത്ത് കുട്ടികളോട് നിങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറമ്പുകളിൽ പോയി വളം ശേഖരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓഫീസാണ്. എങ്ങനെ പറ്റുമത്? എന്താ സംസാരിക്കുക? അപ്പോൾ പുതിയൊരു കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ലീഡർഷിപ്പിൽ എത്തിക്കാൻ SFI ഒക്കെ ഒരു കാലത്ത് ഏറ്റവും പുതിയ ആശയങ്ങൾ പറഞ്ഞിരുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അന്നത്തെ ഏറ്റവും പുതിയ മാർക്സിസ്റ്റ് സാമൂഹ്യ ആശയങ്ങൾ പറഞ്ഞു. അതൊന്നുമില്ല, ഒന്നും പറയാൻ വേണ്ട. ഏതാണ്ട് ഒരു ഏകാധിപത്യ തലത്തിൽ SFI, CPM-ന്റെ പ്രോട്ടോ മോഡലായി DYFI-യും SFI-യും എല്ലാം വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവില്ല. അതുമാണ് പിണറായി വിജയൻ എന്ന തടസ്സം. ആ തടസ്സം മാറാതെ, സ്വതന്ത്ര ചിന്തയ്ക്ക് വഴി കൊടുക്കാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ഒരു പാർട്ടിക്കും നിലനിൽക്കാനാവില്ല. ഇത് BJP-ക്ക് പോലും ബാധകമായ ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് ഞാൻ വിചാരിക്കും.